കഴിച്ചു കഴിഞ്ഞാൽ ലേസ് തരാം കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഇരുന്ന് ഈ ഫോണെ തോണ്ടുന്നത് എന്താണെന്ന് വെച്ചാൽ നോക്കിയപ്പോഴത്തേനും മിസ് കോൾ കിടപ്പുണ്ടായിരുന്നു. തലേ ദിവസം ബെല്ലടിച്ചൊന്നും കണ്ടുപോലും ഉണ്ടായിരുന്നില്ല. അപ്പം രാവിലെ തന്നെ അതാരാന്ന് നോക്കി അപ്പോൾ അന്ന് ഫോണൊക്കെ വിളിക്കുമായിരുന്നു. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ വെച്ചിട്ട് ദോശമാവ് എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് വെളിയിൽ വെച്ചു, ഒരു തേങ്ങ പൊട്ടിക്കാനായിട്ടെടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് വെച്ചു. അങ്ങനെയെല്ലാം ചെയ്തിട്ട് കേട്ടോ വന്നിരിക്കുന്നത്. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഇവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ബാക്കി പരിപാടിക്ക് കയറാമെന്ന് ഓർത്ത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ കിച്ചണിലോട്ട് കയറുവാണ്. അപ്പോൾ അതേ രാവിലെ ഞാൻ ചായ എടുത്തിട്ട് ഇതുപോലെ മാവൊക്കെ എടുത്ത് വെളിയിൽ വെച്ചിട്ട് അപ്പോഴത്തേനും തണുപ്പെല്ലാം പോയിരുന്നുള്ളൂല്ലോ. തണുപ്പോടെ ദോശ ചുട്ടാൽ ഓൾറെഡി എൻ്റെ ദോശമാവ് പൊങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ തലേദിവസത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ലേ, വെച്ചപടി ഇരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഇച്ചിരി നേരം ഫ്രിഡ്ജിൽ ഇതും കൂടെ വെച്ച സാധനം ആകുമ്പോഴത്തേനും ഒട്ടും കൊള്ളത്തില്ലായിരിക്കും. അതുകൊണ്ട് പിന്നെ കുറച്ച് നേരം എടുത്ത് വെളിയിൽ വെച്ചിട്ടിരുന്നപ്പോഴത്തേനും ഇച്ചിരി കൂടെ എനിക്ക് തോന്നുന്നു ഇന്നലത്തെക്കാട്ടിലും പൊങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഭയങ്കര ഇഡലി മാവിൻ്റെ പരുവായിരുന്നുകൊണ്ട് കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുത്തു കേട്ടോ മാവ്. പിന്നെ അതേണ്ട തേങ്ങായും ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അപ്പോൾ രാവിലെ അതും എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശയും ചമ്മന്തിയും ആക്കാമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ അത് പൊട്ടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും പിന്നെ അതിൻ്റെ തേങ്ങാ വെള്ളം എടുത്ത് ഞാൻ ആരെക്കൊണ്ടിന് കുടിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനുമാണ് ഈ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് നമ്മൾ രാവിലെ ഇച്ചിരി എന്തോ പച്ചക്കറിയൊക്കെ ഓർഡർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ വീണ്ടും വന്ന് തേങ്ങ ഈ പറഞ്ഞ പോലെ പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇച്ചിരി പൊട്ടിച്ചതിൻ്റെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കൊത്തിയെടുത്ത് ഏതായാലും മിക്സിയിട്ട് അരയ്ക്കാൻ പറ്റത്തുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഇളകിപ്പോരുവേ. അപ്പോൾ കൊത്തിയെടുക്കാമെന്ന് കരുതിയപ്പോൾ ആ തേങ്ങയ്ക്കാണെങ്കിൽ ഭയങ്കര ബലം, കൈ മുറിയാൻ എൻ്റെ ഭാഗ്യത്തിനായിരുന്നു. അപ്പോൾ അതൊരു വിധത്തിൽ അത് കൊത്തിയെടുത്ത് എല്ലാം രണ്ടെന്ന് അരച്ചെടുത്തു. ഇച്ചിരി പൊട്ടുകടലയും എല്ലാം ഇട്ട്. അപ്പോൾ ഉപ്പിട്ടപ്പോൾ ഇച്ചിരി കൂടിപ്പോയെന്ന് തോന്നുന്നു. ഇതെനിക്ക് എപ്പോഴും ഉള്ള, പിന്നെ ഞാൻ അതിന് ശകലം എടുത്ത് അങ്ങ് മാറ്റും, കൂടിയോ ഇല്ലയോ എന്നൊരു സംശയമാണ്. അപ്പം ഇടുന്നതിന് മുന്നേ ഓർക്കത്തില്ല, കോരി അങ്ങ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഓർക്കും ഇനി ഇൻ കേസ് കൂടിപ്പോയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ അതിൽ നിന്ന് എടുത്ത് അങ്ങ് കളയും. അപ്പം കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് തേണ്ട നല്ല കുറുകിയ ചമ്മന്തി ആട്ടോ ഇന്നത്തേത്. എന്നും അതെ, പൊട്ടുകടല ചേർക്കുന്നുണ്ട്, അല്ലെങ്കിൽ എങ്ങനെ അരച്ചാലും ഇച്ചിരി വെള്ളമായി പോകും. ഈ പൊട്ടുകടല ചേർക്കുമ്പോഴത്തേനും നല്ല കുറുകിയിട്ടുള്ള ചമ്മന്തി ഇട്ട്. അപ്പോൾ ചമ്മന്തി അരച്ചു. അങ്ങനെ ആരെക്കുട്ടിന് കൈയോടെ 2 ദോശ കൊടുത്തു. ഞങ്ങൾക്കുള്ള ദോശ ചുട്ട് കഴിഞ്ഞപ്പോഴത്തേനുമാണ് എന്നാണോ ഇത് സവാള, ഈ പുതുപ്പള്ളിയിലെ സ്പെഷ്യൽ ഞാൻ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ സവാള കൊത്തി അരിഞ്ഞ് കുറച്ച് ഉപ്പും മുളക് പൊടിയും ശകല എണ്ണയും എല്ലാം കൂടി ചേർത്ത് ഞരട്ടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ലതാണ്. അപ്പം അത് എനിക്ക് വേണമെന്നില്ല, എനിക്ക് ദോശയ്ക്ക് ചമ്മന്തി ആണെങ്കിലും മതി. അപ്പോൾ ഇവിടെ ഹസ്ബൻഡിന് വലിയ ഇഷ്ടം ഇങ്ങനെ ചമ്മന്തിയും ഇതും കൂടെ ഉണ്ടെങ്കിൽ. അപ്പോൾ അതും കൂടെ അങ്ങ് കൈയോടെ ആക്കി കൊടുത്തു. പിന്നെ ഇതിനായിട്ട് ഞാൻ വേറൊരു പ്ലേറ്റ് ഒന്നും എടുക്കാൻ നിന്നില്ല. ആ ദോശയുടെ പ്ലേറ്റിനകത്തോട്ട് തന്നെ അങ്ങ് അരിഞ്ഞ് മസാലയെല്ലാം അങ്ങ് മിക്സ് ചെയ്തെടുത്തേ. അല്ലെന്നുണ്ട് ഇനി ഒരു പ്ലേറ്റ് കൂടെ എടുക്കണം, കഴുകണം, തീരെ മടിയില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ തന്നെയാണില്ലേ, അതും ചെയ്തു. എനിക്ക് തോന്നുന്നു ഇത് ഗോതമ്പ് ദോശയ്ക്ക് ഒന്നുകൂടെ നല്ലത് നമ്മുടെ ഈ നോർമൽ ദോശയെക്കാട്ടിലും. ഞാൻ ഇവിടെ സാധാരണ ഈ നോർമൽ ദോശ ആകുമ്പോഴത്തേനും ഒരിടയ്ക്കെല്ലാം എഗ്ഗ് ദോശയായിട്ട് ഉണ്ടാക്കുമായിരുന്നേ. അത് നല്ല ടേസ്റ്റാണ്. എഗ്ഗ് ദോശയും ചമ്മന്തിയും പിന്നെ അതിന് ഈ മസാലയുടെ ഈ നമ്മുടെ സവാളയുടെ സാധനം ഉണ്ടായാൽ നല്ലതാണ്. പിന്നെ എന്നാണേലും ഞാൻ എനിക്കുണ്ടാക്കിയില്ല, അങ്ങനെ അതും കൊടുത്തു. പിന്നെ അതേണ്ട നമ്മുടെ ഇൻസ്റ്റമാർട്ടിൽ നിന്ന് വന്ന സാധനമല്ലോ ഒന്ന് എടുത്തു വെക്കാമെന്ന് കരുതി. അപ്പം ഞാനും ഹസ്ബൻഡും കൂടെ രാവിലെ ഒന്നിച്ചിരുന്ന് ഓർഡർ ചെയ്ത്, അതാണ് നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ കണ്ടത്. എന്നിട്ടിത് ഞാൻ മറന്നുപോയി, ഓർഡർ ചെയ്ത കാര്യം മറന്നുപോയി. എനിക്ക് വേണമെന്ന് പറഞ്ഞ സാധനമെല്ലാമാണ് ഓർഡർ ചെയ്തത്. പക്ഷേ ഞാൻ അത്യാവശ്യം 1-2 സാധനം മറന്നുപോയെന്നേ. ഇതെനിക്ക് എപ്പോഴും പറ്റുന്നതാണ്, വേണ്ടുന്നതെല്ലാം നോക്കി ഇതിനകത്ത് ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം എല്ലാം ഇങ്ങനെ വരുമല്ലോ. ഒരു സാധനം എടുക്കുമ്പോഴത്തേനും അടുത്ത സാധനം വരും. എന്നാൽ പോലും എനിക്ക് വേണ്ടുന്ന 1-2 സാധനം, തക്കാളി ഓർഡർ ചെയ്തില്ല, ഒരു കായപ്പൊടി, ഒരു സാമ്പാർ പൊടി, ഇതൊന്നും ഓർഡർ ചെയ്യാതെ സാമ്പാറിനുള്ള ബാക്കി സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഇപ്പോൾ സാമ്പാർ വെക്കുകയും വേണം. പിന്നെ ഞാനൊരു തട്ടിക്കൂട്ട് സാമ്പാർ ഇന്ന് വെക്കാൻ ഓർത്തത്. അപ്പോൾ സാധനം എല്ലാം പിറക്കി വെച്ചു. പിന്നെ അതിൽ നിന്ന് ഫ്രിഡ്ജിൽ വെക്കാനുള്ള എല്ലാം ഫ്രിഡ്ജിലോട്ടും ഒക്കെ എടുത്ത് മാറ്റി. പിന്നെ കുറച്ച് സവാളയും കിഴങ്ങൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കത്തില്ല. സവാളയും കിഴങ്ങും അതുപോലെ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ കൂടെ ഞാൻ വേറൊരു പാത്രത്തിനകത്ത് നിലത്ത് ചുമ്മാ വെക്കത്തുള്ളേ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് രാവിലത്തെ കുറേ പാത്രം ഉണ്ടായിരുന്നു, അതങ്ങ് കയ്യോടെ കഴുകി വെച്ചു. കുറേ ഉണ്ടായിരുന്നു പാത്രം, ഇഷ്ടം പോലെ ഉണ്ടല്ലോ എപ്പോഴും നമുക്ക് കഴുകാൻ. നമ്മളൊന്ന് കഴുകിയിട്ട് ഇങ്ങോട്ട് നീങ്ങുമ്പോൾ പിന്നെയും കാണും ടേബിളിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ എടുത്തതിൻ്റെ. അപ്പം ഞാനത് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൈയോടെ കഴുകി. ഇനിയിപ്പോൾ കഴുകാതെ അടുത്ത സാമ്പാറെല്ലാം വെക്കുമ്പോഴത്തേനും അടുത്ത സാധനം ആകുമ്പോഴത്തേനും പിന്നെ സിങ്ക് നിറയും, പിന്നെ ഇടയില്ലാതെ വരും അതിനകത്ത്. മാത്രമല്ല നമുക്കത് ഇങ്ങനെ കാണുമ്പോഴത്തേനും അങ്ങ് എല്ലാം കൂടെ കാണുമ്പോഴത്തേനും ദേഷ്യം വരുമല്ലോ.
അങ്ങനെ ഞാൻ അതെല്ലാം കഴുകി അവിടെ എല്ലാം ഒന്ന് തുടച്ച് സിങ്കിൻ്റെ അവിടെ എല്ലാം ഒന്ന് തുടച്ചിട്ട് പിന്നെ ചെന്ന് ദോശമാവ് കോരി വെച്ചു. പിന്നെ നമ്മുടെ ബാക്കിയിരുന്ന ചമ്മന്തി കോരി, ശകല ചമ്മന്തി ഉണ്ടായിരുന്നു മിച്ചം, അതും ഞാൻ കയ്യോടെ കളയാതെ ഫ്രിഡ്ജിലോട്ട് അങ്ങ് കോരി വെച്ചു. എനിക്ക് തോന്നുന്നു ഞാൻ ഉൾപ്പെടെ മിക്കവരും എൻ്റെ അമ്മയും ഒക്കെ കാണാം വീട്ടിൽ നമ്മൾ ഈ കറികളൊക്കെ അതെ മിച്ചം വരുന്ന എല്ലാം എടുത്ത് കളയാനുള്ള മടി കൊണ്ട് ഫ്രിഡ്ജിലോട്ട് അങ്ങ് കയറ്റി വെക്കും. നമുക്ക് തന്നെ അറിയാം ചിലപ്പം നാളെ അത് കൂട്ടത്തില്ലായിരിക്കും, ഇനിയിപ്പോൾ കൂട്ടാനൊരു മടുപ്പാണെന്നറിയാം, എന്നാലും നമുക്ക് കളയാനുള്ളൊരു മടി കൊണ്ട് ഞാൻ അങ്ങനെ കേട്ടോ കോരിയെടുത്ത് എല്ലാം ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് അത് അവിടെ ഇരിക്കും. പിന്നെ ഫ്രിഡ്ജിൽ ഇട ഇല്ലാതെ വരുമ്പോഴത്തേനുമാണ് ഒന്നേന്ന് തപ്പിപ്പറക്കിയെടുത്ത് എല്ലാം കളഞ്ഞ് കഴുകുന്നത്. അതൊരു സ്ഥിരം പരിപാടിയാണ് എല്ലാ പ്രാവശ്യവും ഇങ്ങനെ, എന്നാലും പിന്നെയും അത് തന്നെ ചെയ്യും. കറി മിച്ചം കാണുമ്പോഴത്തേനും കളയാനൊരു മടി തോന്നും. അങ്ങനെ തന്നെയാണല്ലോ അതെല്ലാം എടുത്ത് വെച്ച് ചെന്നപ്പോഴത്തേനും കേട്ടോ പിന്നെയും ഒരു ലോഡ് പാത്രം കഴുകാനായിട്ട്. എന്നാൽ പിന്നെ ഒന്നിച്ച് കഴുകിയാൽ മതിയായിരുന്നു. പക്ഷേ ഈ എല്ലാം കൂടെ കിടക്കുന്ന കാണുമ്പോഴത്തേനും ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഇച്ചിരി കാണുമ്പോഴത്തേനും അങ്ങ് കഴുകി വെക്കും. ചില സമയം മൊത്തം ഒന്നിച്ചായിരിക്കും കഴുകുന്നത്. അങ്ങനെ അതെല്ലാം കഴുകി പിന്നെയും സിങ്കും എല്ലാം കഴുകിയിട്ട് അവിടെ എല്ലാം ഒന്നുകൂടെ ഒന്ന് തുടച്ചിട്ട് ഇനിയിപ്പം ഇച്ചിരി ചോറിടണം. അപ്പം ശകലം ചോറ് ഇന്നലത്തെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഇനി വേണോ വേണ്ടയോ എന്നുള്ളൊരു സംശയത്തിൽ ഇങ്ങനെ നിന്നൊരു കുറച്ചരിയും പിടിച്ചുകൊണ്ടിരുന്ന പിന്നെ അങ്ങ് ഏതായാലും ഇട്ടേക്കാന്ന് ഓർത്ത്. കാരണം ഉറപ്പാണ് ഇട്ടില്ല, അരി ഇട്ടില്ലെന്നുണ്ടെങ്കിൽ ചോറ് കാണത്തില്ല. ഇതിപ്പോൾ അരി ഇട്ടത് കൊണ്ട് ഉറപ്പായിട്ടും ചോറ് മിച്ചവും കാണും. അത് അങ്ങനെ വരുള്ളൂ. അങ്ങനെ തന്നെയാണെങ്കിലും അരി അടുപ്പിൽ ഇട്ടിട്ട് ഞാൻ ഇപ്പം ഇതുപോലെ വേറെ പാത്രത്തിൽ ഇൻഡക്ഷനിൽ വെള്ളം തിളയ്ക്കാൻ വെക്കും കേട്ടോ. അപ്പോൾ ഇൻഡക്ഷനിൽ എൻ്റെ മറ്റേ പ്രഷർ കുക്കർ എടുക്കത്തില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ആ വെള്ളം ചൂടായി തിളച്ച് വരുമ്പോൾ നേരെ ഇതിനകത്തോട്ട് ഒഴിച്ചങ്ങ് അടച്ച് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ കുക്കർ വിസിലടിക്കും. ഗ്യാസ് നമുക്ക് കുറച്ച് ലാഭിക്കാം. അപ്പം ഞാൻ അങ്ങനെയൊക്കെ ഇപ്പം ഗ്യാസ് ഇച്ചിരിയൊക്കെ ലാഭിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. മാക്സിമം ഇൻഡക്ഷനെ വെക്കാനൊക്കെ. ഗ്യാസിന് ഭയങ്കര വിലയായതുകൊണ്ട്. പക്ഷെ എപ്പോഴൊന്നും നടക്കാറില്ല. ഇൻഡക്ഷനിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കത്തില്ലോ. അപ്പോൾ അങ്ങനെ എന്നാലും ഇന്നിപ്പോൾ അങ്ങനെ ചെയ്തു. പിന്നെ നേരെ സാമ്പാർ വെക്കാമെന്ന് ഓർത്തത് എൻ്റെ സാധനമെല്ലാം എടുത്തു. സാമ്പാറും അതുപോലെ ഇതൊരു വഴുതനങ്ങ ഫ്രൈയും വെക്കാമെന്ന് ഓർത്ത്. അപ്പോൾ അന്നപ്പോഴാണ് ഞാൻ ഓർത്ത് ഈ കത്തിയാട്ടോ അന്ന് ഞാൻ മേടിച്ചെന്ന് പറഞ്ഞില്ലേ പള്ളിയിൽ പോയപ്പോഴത്തേനും പെരുന്നാളിന്. അതിതാട്ടോ നല്ലൊരു കത്തിയാട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. അതിൻ്റെ ഒരു ഷേപ്പ് വെച്ചിട്ട് ഞാൻ മേടിച്ചു. എനിക്കിങ്ങനെ ഈ ഒരു ഷേപ്പിൻ്റെ കത്തിയാണ് ഇഷ്ടം. അപ്പോൾ അത് മേടിച്ചിട്ട് ഇപ്പോഴാണ് ഞാൻ അയച്ചെടുത്ത്. ഞാൻ മറന്നുപോയായിരുന്നു അതിൻ്റെ കാര്യം. അപ്പം ഞാൻ ആ ചേട്ടനോടൊന്ന് ചോദിച്ചു, ഈ കത്തിയുടെ കടക്കാരനോട് ചോദിച്ചു, ചേട്ടാ ഈ കത്തിക്ക് മൂർച്ച കാണുമെന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇത് വെച്ചൊരു വാഴ വേണേലും വെട്ടാമെന്ന് എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ കൈയോടെ അത് വെച്ചിട്ട് ഉള്ളത് വലിയ സാധനം തന്നെ ഒന്ന് മുറിച്ച് നോക്കിയതാണ്, വഴുതനങ്ങ. അവൻ മുറിഞ്ഞു. എന്നാലും ആ ചേട്ടൻ പറയുന്ന അത്ര വാഴ വെട്ടാനുള്ള ആരോഗ്യമൊന്നും ആ കത്തിക്കില്ല. അത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നൈസാണ്. പക്ഷേ എപ്പോഴും ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ചില്ലെങ്കിൽ ഒരു രസമില്ല. ഇനിയിപ്പോൾ മറ്റേതൊന്ന് യൂസ് ചെയ്ത് അതിനോടൊരു ശീലമാകണം. അതുകൊണ്ട് പിന്നെ ഞാൻ സമയമില്ലാത്ത കൊണ്ട് മറ്റേ പഴയ കത്തി വെച്ച് തന്നെ സാമ്പാറിനുള്ള എല്ലാം അരിയാൻ ഇട്ട് കഴിഞ്ഞപ്പോഴാട്ടോ ഓർത്തത് തക്കാളിക്കയുടെ കാര്യം. ഞാൻ രാവിലെ തക്കാളി മേടിച്ചില്ലായിരുന്നല്ലോ. അപ്പോൾ ഇനി പറഞ്ഞ് തന്നെ ഓടിക്കും. അപ്പം നേരെ പോയി ഫ്രിഡ്ജിൽ ചെന്ന് നോക്കിയപ്പോഴത്തേനും പഴയ 3 തക്കാളിക്ക് ഇരിപ്പുണ്ടായിരുന്നു. അതിൽ ആ ഒരെണ്ണം കൊള്ളത്തുമില്ല, മറ്റേ രണ്ടിന് ചെറിയ കേടുമായിട്ടുണ്ടായിരുന്നു. കഴിച്ചു കഴിയാറായോ? ആ വെരി ഗുഡ്. ചൂട വേണോ, ചമ്മന്തി വേണോ? ഉള്ളത് കഴിക്കാം. അപ്പം ഞാൻ അരിഞ്ഞോണ്ടിരുന്നതിൻ്റെ ഇടയെ നോക്കിയപ്പോൾ ആദ്യക്കുട്ടൻ രാവിലെ കൊടുത്തത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ പിന്നെ ഞാൻ അവനോട് ലേസ് വേണമെന്ന് പറഞ്ഞിട്ട് അവൻ മേടിപ്പിച്ചായിരുന്നു രാവിലെ. അപ്പോൾ ലേസ് വേണം കഴിക്കാൻ തരണമെന്നുണ്ടെങ്കിൽ ദോശ മുഴുവൻ കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഓഫർ ചെയ്തുകൊണ്ട് ആ ദോശ കുത്തിക്കയറ്റി കഴിച്ചു കേട്ടോ. ഇഷ്ടമില്ലാതെയാണ് കഴിച്ചത്, എന്നാലും വേണ്ടില്ല. അങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ശകലം ലേസും കൊടുത്തു. പിന്നെ ഞാൻ വേണ്ട സാമ്പാർ അവിടെ ചെന്നിരുന്നു അവൻ്റെ അടുത്തിരുന്ന് അരിഞ്ഞ്. അങ്ങനെ അതും അരിഞ്ഞ് നേരെ അടുക്കളയിൽ കൊണ്ടുവന്ന്. ഇനി ഇതിനകത്തോട്ട് കണ്ട കായോ ആണെങ്കിൽ ഇതിനകത്ത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതും ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പുളിയും ഉപ്പും കായപ്പൊടിയും കൂടിയിട്ട്, അപ്പോൾ ഇച്ചിരി പരിപ്പും ഞാൻ നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് നേരെ അടുപ്പയിലോട്ട് വെച്ചു. ഇനി സാമ്പാർ പൊടിയും മറന്നു പോയിട്ട് തൊണ്ടിലേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അതിട്ടില്ല. അപ്പോൾ ഞാൻ പകരം ഇതുപോലെ ഇന്ന് വറുത്ത് വരച്ചല്ല വെക്കുന്നത്, ഇനി സമയമില്ല, ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് മുളകും മല്ലിയും മഞ്ഞളും നമ്മുടെ ഉലുവ പിന്നെ ഉഴുന്ന് പരിപ്പ് എല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് അരച്ചെടുത്തു കേട്ടോ, മിക്സിയിട്ട്. പിന്നെ നമ്മുടെ വെണ്ടയ്ക്കായും ഒന്ന് സെപ്പറേറ്റ് വഴറ്റിയെടുത്ത് കടുക് വറുത്തിട്ട്. പിന്നെ നമ്മുടെ കത്രിക്കായ മുളകും ഉപ്പും മഞ്ഞളും എല്ലാം ചേർത്ത് മീൻ വറക്കുന്നത് അതേ രീതിയിൽ ഇച്ചിരി വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയും പേസ്റ്റും എല്ലാം കൂടെ ചേർത്ത് അതും ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് നല്ല കേട്ടോ. അത്
പിന്നെ ഇതിനകത്തോട്ട് കടുക് വറുത്തിട്ടായിരുന്നു വെണ്ടയ്ക്കായും കടുകും എല്ലാം കടുക് വറുത്ത പാത്രത്തിനകത്തോട്ടായിരുന്നു വെണ്ടയ്ക്ക ഇട്ട് ഇളക്കിയത്. അപ്പം അതിനകത്തോട്ട് വെന്ത വെജിറ്റബിൾസും പിന്നെ ഈ അരച്ച് വെച്ച അരപ്പും എല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തപ്പോഴത്തേനും സാമ്പാർ ഓക്കെ ആയി കേട്ടോ. കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട്, അരപ്പിനകത്ത് ഞാൻ കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. കായ നന്നായിട്ട് വേണം, എന്നാലേ സാമ്പാറിന് ഒരു സാമ്പാർ പൊടി ഇല്ലെങ്കിലും അതിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് വരത്തുള്ളൂ. അങ്ങനെ സാമ്പാറുമായി. ഇവിടെയാണ് ഇപ്പം ലൂസായിട്ടുള്ള സാമ്പാർ ഇഷ്ടം. ഒരിടയ്ക്ക് കുറുകിയ സാമ്പാറായിരുന്നു ഇഷ്ടം. അങ്ങനെ ഇന്നിപ്പം അത്യാവശ്യം ലൂസായിട്ടുള്ള സാമ്പാർ തന്നെ വെച്ചു. പിന്നെ ഒരു ചെറുപയർ ഇന്നലെ വെന്തേൻ്റെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം അതും ശകലം മുട്ടയും കൂടെ പൊരിച്ചേക്കാന്ന് ഓർത്തെ. അപ്പം അന്ന് ആ ഒരു മുട്ട പൊരിച്ചപ്പോൾ കേട് വന്നില്ല. അയ്യോ, അത് പിന്നെ ഞാൻ ഡയറക്റ്റ് പാത്രത്തിലോട്ട് ഒഴിക്കത്തേ ഇല്ല. ഇങ്ങനെ ഒരു പാത്രത്തിൽ എടുത്ത് ഇളക്കിയിട്ടേ ഒഴിക്കത്തുള്ളൂ എന്നെ ഉണ്ടാക്കണേലും. മറ്റേ ഞാനിങ്ങനെ മുട്ട പൊരിക്കാനായിട്ട് പ്രത്യേകിച്ച് തേങ്ങായോ ഉള്ളിയോ ഒന്നും ഇടുന്നില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ നേരെ കല്ലിലോട്ട് ഇടത്തേ ഉണ്ടായിരുന്നുള്ളൂ. അന്നത് കണ്ടേ പിന്നെ ഈ ഒറ്റയ്ക്ക് അങ്ങനെ അത് കഴിഞ്ഞ് മുട്ട ഒതലിട്ട് ഒഴിച്ചപ്പോഴത്തേനും അതിൻ്റെ ഷേപ്പ് എല്ലാം വേറെന്തോ പോലെ ആയിപ്പോയി. പിന്നെ ഷേപ്പിലൊന്നും കാര്യമില്ലല്ലോ, അതെല്ലാം ഒരു വിധത്തിലാക്കി മുട്ടയും പൊരിച്ചു. പിന്നെ ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറ് വിളമ്പിയേ. അപ്പം ചോറും മുട്ട പൊരിച്ചത്, പിന്നെ നമ്മുടെ ഈ കത്രിക്ക ഫ്രൈ, ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതും തൈരും കൂടെ നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഇവിടുത്തെയൊക്കെ എല്ലാവരുടെയും ഫേവററ്റ് ഒരു സാധനമാണ്. അപ്പം എനിക്ക് ഇവിടുത്തെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവൾ പറഞ്ഞാൽ എന്തുപോലെ നല്ലത്, അവരുടെ ഏറ്റവും ഫേവററ്റ് സാധനം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവർക്ക് ഇതൊക്കെ കൂട്ടി എങ്ങനെയാണ് കഴിക്കുന്നതെന്ന്. പക്ഷേ ഞാനൊന്ന് ട്രൈ ചെയ്തപ്പോഴത്തേനും ഭയങ്കര ടേസ്റ്റായിട്ടോ, എനിക്കും ഇഷ്ടപ്പെട്ടു. അതും തൈരും കൂടെ. അപ്പോൾ അത് കഴിച്ചു. അത് ഒഴിച്ചു. പിന്നെ സാമ്പാറുണ്ടായിരുന്നു, പിന്നെ ശകലം മോരുകറിയുടെ ഉണ്ടായിരുന്നു. അപ്പോൾ സാമ്പാർ എനിക്ക് വലിയ താല്പര്യമില്ല, ഈ വറുത്തരച്ച സാമ്പാർ എനിക്കിഷ്ടം. അപ്പോൾ അതുമല്ല ഹസ്ബൻഡിന് കൊടുത്തു. പിന്നെ ഞാൻ ആദ്യക്കുട്ടനും സാമ്പാർ കൂട്ടിയെ കൊടുത്ത് ഞാനും മോരൊഴിച്ച് കഴിച്ചു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഓരോ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ഇത് 5 മണി ആയപ്പോഴത്തെ വീഡിയോ കേട്ടോ. പിന്നെ അതേണ്ട പാല് വൈകിട്ട് ഒരു ശകലം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യക്കുട്ടൻ ആദ്യം തന്നെ ഞാൻ അത് വെച്ചൊരു ചായ, ഒരു പാല് ഇച്ചിരി പൊടിയൊക്കെ ഇട്ടെടുത്ത് കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഓരോ കട്ടൻ കാപ്പി. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കട്ടൻ കാപ്പി ഇഷ്ടം. അപ്പോൾ പിന്നെ പാലും കൂടി ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾക്കുള്ള കട്ടൻ കാപ്പി എടുത്തിട്ട് പിന്നെ ഇന്നലെ വൈകിട്ട് സുഖിയനുണ്ടാക്കാമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ അതിനുള്ള ചെറുപയറെല്ലാം വെന്തിട്ട് എല്ലാം മിക്സ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മാവ് മാത്രം ഉള്ളായിരുന്നു ആക്കാനത്. അപ്പോൾ ആക്കി കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളൊന്ന് പുറത്ത് പോയി. അപ്പോൾ പിന്നെ അതുണ്ടാക്കിയില്ല, അവിടെ വെച്ചിട്ട് പോയിരുന്നു. അപ്പം ഇന്നുണ്ടാക്കി കൊടുക്കാമെന്ന് ഓർത്ത് അതങ്ങ് എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ നിന്ന്. അപ്പോൾ സുഖിയൻ ഉണ്ടാക്കാനായിട്ട് ഈസിയാണല്ലോ, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. നമ്മുടെ മൈദാമാവ്, പിന്നെ അരിപ്പൊടിയുണ്ട്, അരിപ്പൊടി അല്ലെങ്കിൽ റവ ഏതെങ്കിലും ഒരു 2 സ്പൂൺ, അത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെള്ളം എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് പഞ്ചസാരയും കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഈ ചെറുപയറും ശർക്കരയും തേങ്ങായും എല്ലാം കൂടെ ഒന്ന് വെന്തെടുത്താണ്. അപ്പോൾ അതൊന്ന് ഉരുട്ടിയെടുത്തിട്ട് ഇതുപോലെ മാവിലിട്ടെടുക്കണം. ഇന്ന് മാവ് ഇച്ചിരി ലൂസായി പോയിട്ടുണ്ടായിരുന്നു, വെള്ളം ഇച്ചിരി കൂടിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പൊടിയൊന്നും ഇടാൻ നിന്നില്ല, കയ്യോടെ അത് അതിനകത്തിട്ടങ്ങ് മുക്കിപ്പൊക്കി ചൂടായ എണ്ണയിലോട്ട് ഇടാൻ ഓർത്തത്. അത് ശരിയായില്ല, എണ്ണ ചൂടായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ എന്തോ അടിയിലൊന്നും പിടിച്ചില്ല കേട്ടോ. അങ്ങനെ അത് എത്ര സുഖിനെ ആകെപ്പാടെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നലെ എടുത്ത് വെച്ചിരുന്നതാണ്. അപ്പം സുഖീനുമായി. അപ്പം 4 മണിക്ക് ഇന്നത്തെ ഞങ്ങളുടെ ചായക്കടി ഇതാ കേട്ടോ, കാപ്പിയും സുഖിയനും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളേ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.